ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് മറുപടിയായി ഇറാന്റെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. പടിഞ്ഞാറൻ ഏഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയുയർന്നു. ലക്ഷ്യം കൈവരിക്കുന്നതുവരെ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നെതന്യാഹു. ഇസ്രായേൽ നീക്കത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും. വേദനാജനകമായ വിധി ഇസ്രായേൽ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. അമേരിക്കയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഇസ്രായേൽ വ്യോമാക്രമണമെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഭരണകൂടം പക്ഷേ ഇസ്രായേലിന്റെ മിന്നൽ നീക്കം അറിയാമായിരുന്നുവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കവെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. ഇസ്രായേലിന്റെ ഈ മിന്നലാക്രമണത്തിന് പിന്നിലുണ്ട്. ഇസ്രായേലിനെ അത്രമാത്രം ഭയപ്പെടുത്തുന്ന എന്താണ് ഇറാൻ ഭൂമുഖത്ത് സജ്ജമാകുന്നത്? നെതന്യാഹുവിന്റെ ആശങ്കയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ബിയോണ്ട് ബോർഡേഴ്സ് പരിശോധിക്കുന്നു. ജൂൺ 13 വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനെ ലക്ഷ്യമാക്കി 200 പോർ വിമാനങ്ങളാണ് ഉയർന്നു പൊങ്ങിയത്. ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ, മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ, പ്രധാന സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങി രാജ്യത്തെ 100ഓളം കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം. പിന്നാലെ റൈസിംഗ് ലൈൻ ആരംഭിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ തടയുകയാണ് ഈ സൈനിക നടപടിയുടെ ലക്ഷ്യമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേലിന് മുകളിൽ ഉയർന്നിരിക്കുന്ന ഭീഷണിയെ ഇല്ലാതാക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ചു. വ്യോമാക്രമണത്തിൽ IRGCയുടെ സൈനിക തലവൻ ഹൊസൈൻ സലാമി, ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബഗേരി, ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകൻ തുടങ്ങിയവർ കൊല്ലപ്പെട്ടു. ഇറാന്റെ 6 ആണവ ശാസ്ത്രജ്ഞരും മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കൈപ്പേറിയതും വേദനാജനകവുമായ വിധി വിളിച്ചു വരുത്തുകയാണ് സയനിസ്റ്റ് ഭരണകൂടമെന്ന് ഇറാൻ പ്രതികരിച്ചു. ഒപ്പം ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും. 2 വർഷത്തെ പലസ്തീൻ കൂട്ടക്കൊലയിലും വെള്ളിയാഴ്ച ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിലും നിങ്ങൾ നിശബ്ദരായിരുന്നുവെങ്കിൽ സംയമനം പാലിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടരുതെന്ന് ആയത്തുള്ള ഖമേനിയും വ്യക്തമാക്കി. ലോകരാജ്യങ്ങൾക്കുള്ള അറിയിപ്പ് കൂടിയായിരുന്നു അത്. തിരിച്ചടി കടുപ്പമേറിയതായിരിക്കുമെന്ന് തീർപ്പ് കൽപ്പിച്ച് തന്നെയാണ് ഇറാൻ നീക്കമെന്ന് വ്യക്തം. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാന്റെ പ്രത്യാക്രമണം. ടെൽ-അവീവ് ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അയൺ ഡോമും ഭേദിച്ചെത്തിയ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആസ്ഥാനവും പ്രതിരോധ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന ടെൽ-അവീവിലെ കിരിയയിൽ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിനെ സഹായിക്കാനാണ് നീക്കമെങ്കിൽ മേഖലയിലെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്ന് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. അതെ, മേഖല അശാന്തമായി തുടരുന്നു. ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കവെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. രണ്ടും കൽപ്പിച്ചുള്ള ഇസ്രായേലിന്റെ പ്രകോപനപരമായ നീക്കത്തിനു പിന്നിലും ഇത് തന്നെയെന്ന് നെതന്യാഹു പറയുന്നു. കഴിഞ്ഞ മെയ് 31-നാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ആശങ്കയിലാഴ്ത്തിയ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. 2015-ലെ ആണവ കരാറിൽ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ വളരെ കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ശേഖരിച്ചു വച്ചിട്ടുള്ളതായി കണ്ടെത്തി. ഈ ഫെബ്രുവരിയിൽ ഇറാന്റെ പക്കലുണ്ടായിരുന്നത് 274.8 കിലോഗ്രാം ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് 408.6 കിലോഗ്രാമായി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏകദേശം 50% വർധനവ്. എന്നു മാത്രമല്ല, സമിതിയുടെ ചോദ്യങ്ങൾക്ക് വിശ്വസനീയമായ ഉത്തരങ്ങൾ നൽകാൻ ഇറാൻ തയ്യാറായിരുന്നില്ലെന്ന് ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ റാഫേൽ ഗ്രോസി പറഞ്ഞിരുന്നു. ആണവായുധവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സാധ്യമല്ലെന്ന് ഇറാൻ തീർത്തും പറഞ്ഞു. ആണവായുധ ശക്തിയായി ഇറാൻ മാറിയാൽ രാജ്യസുരക്ഷ എന്തെന്നേക്കും പ്രതിസന്ധിയിലാകുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. ആണവ ശക്തിയായ ഇറാനെ നേരിടൽ കടുക്കുമെന്ന് ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഭയക്കുന്നുണ്ട്. സംഘർഷം ഇത്രത്തോളം രൂക്ഷമാകാനിടയുണ്ടെന്ന് അമേരിക്ക മുമ്പേ തിരിച്ചറിഞ്ഞു. മേഖലയിലെ സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ചില നയതന്ത്ര ഉദ്യോഗസ്ഥരോടും സൈനിക കുടുംബങ്ങളോടും തിരിച്ചുവരാൻ അമേരിക്ക ആവശ്യപ്പെട്ടത്. ഏപ്രിൽ 12-നായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ സമാധാന കരാറിലെ ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കരാറിൽ ഒപ്പിട്ടിട്ടില്ല. 60 ദിവസത്തെ സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ ആണവ കരാർ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകാനിടയുണ്ടെന്ന സൂചന ട്രംപ് നൽകിയിരുന്നു. അതായത് കൃത്യം 61-ാമത്തെ ദിവസമാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത്. 2023 ഒക്ടോബറിലെ ഇസ്രായേലിനു നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നത്. തുടർന്ന് ഇസ്രായേലും ഇറാനും നേർക്കുനേറെ എന്ന സാഹചര്യം ഉടലെടുത്തിരുന്നുവെങ്കിലും സ്ഥിതി സങ്കീർണമാകാതെ പോയി. ആഭ്യന്തര തലത്തിലും പുറത്തും പല പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന പശ്ചിമേഷ്യയിലെ പ്രബല ശക്തി ഇറാനാണ്.
ഇതുവരെ ഇസ്രയേൽ വിരോധം വെച്ചു പുലർത്തിയിരുന്ന പല അറബ് രാജ്യങ്ങളും ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട്. ഈജിപ്ത്, ജോർദാൻ, സിറിയ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ. സൗദി അറേബ്യയും അയവ് വരുത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം സേഫ് ആക്കി തന്നെയാണ് ഇസ്രയേലിന്റെ നീക്കം. പക്ഷേ നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ തുറന്ന ആക്രമണത്തിന് പിന്നിൽ വേറെയും ലക്ഷ്യങ്ങളുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ സർക്കാർ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്ന പ്രമേയം പ്രതിപക്ഷം ഇസ്രയേൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ തുറന്ന പോരാട്ടം. അങ്ങനെയല്ല, ഇറാനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാനെ നിർബന്ധിതരാക്കുക, ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാൻ സമ്മർദ്ദം ചെലുത്തുക, തങ്ങളുടെ പ്രബലനായ ശത്രുവിനെ ഒതുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നീക്കമെന്നും പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണിക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറാകുന്നു? അതോ മറ്റൊരു യുദ്ധക്കളത്തിന് വഴിയൊരുങ്ങുകയാണോ പശ്ചിമേഷ്യയിൽ? സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിക്കാം.